ഹലോ ഓൾ. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല, ഉള്ള പോലെ പറഞ്ഞുതരാം. ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇത്. ഫസ്റ്റത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒരു പത്തിരിക്കണല്ലേ, നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് എടുക്കാം. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നേ, നീ ഇരുന്നിട്ട് പറയും. നേരെ ഇല്ലാത്തോടത്ത് എടുക്കുന്ന വീഡിയോ ആണ് ഗൈസ്. സോ മിസ്റ്റേക്സുകൾ എന്തായാലും ഉണ്ടാവും. നമ്മളെന്തിനാ വന്നേ പറയാം. ആറ്റുനോറ്റ് പൂതി വെച്ച് ഇങ്ങോട്ട് വാ കണ്ട ഒരു സിനിമയ്ക്ക് വന്നതാണ്. ഞങ്ങളെ സിനിമയാണ്, നമ്മളൊക്കെ എന്തായാലും കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ പേര് വെച്ചിട്ട് അതിനെ കാണാനൊക്കെ ശരിയല്ലല്ലോ. അപ്പോൾ ഞങ്ങളെ സിനിമയ്ക്ക് വന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വേറൊരു സർപ്രൈസ് ഉണ്ട്, പറഞ്ഞു കൊടുക്കേ. സർപ്രൈസ് അല്ല, ഞങ്ങൾക്ക് വലിയ പുത്രികളായിരിക്കില്ല, ഞങ്ങൾക്ക് ഭയങ്കര അല്ലേ നല്ല കാര്യമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് റിക്ലൈനർ ഇവളും നമ്മൾ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഗെറ്റപ്പാണല്ലോ. അപ്പോൾ എന്താ പറയുക, അതിൽ കാണാൻ ആദ്യം പാലക്സിയിൽ ഹൈലൈറ്റ് മോളിൽ, ഓക്കെ ഹൈലൈറ്റ് മോളിൽ പാലക്സി സിനിമാസിൽ നമ്മൾ സിനിമ കാണാൻ വന്നത്. അതിൽ റിക്ലൈനറിൻ്റെ ആദ്യമായിട്ടാണ് ഫസ്റ്റ്. അല്ല വെറ്റേരോട് കുറേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പോൾ മൊത്തത്തിൽ ആദ്യമായിട്ടാണ് പാലക്സിയിൽ ആദ്യമായിട്ടാണ് ഏതാ ഞങ്ങളുടെ വീട്ടിൽ. അപ്പം മേക്കപ്പ് കുഴപ്പമില്ലല്ലോ, വലിയ ഫിൽറ്റർ ഒന്നും എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല. നേരെ 10 മണിക്ക് ലൈറ്റ് ഇത് ഓണായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഒക്കെ ഒന്ന് പകുതി ഷോപ്പ് തുറന്നിട്ടില്ല. അപ്പം 10 മണി 9 സംതിങ് എന്താ രാവിലെ 9:45. സോ ഞങ്ങൾ ബാക്കി കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്, ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ കാണുന്ന ഈ വെറുപ്പിക്കൽ തുടർന്ന് കാണാം. അതല്ല താല്പര്യമില്ലെങ്കിലും ഒന്ന് കണ്ടോളി. നമുക്ക് ഫസ്റ്റത്തെ വീഡിയോ അല്ലേ എനിക്കെന്താ. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പറയാനില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഗൈസ് പറഞ്ഞ. അപ്പോൾ സപ്പോർട്ട്. അപ്പം നമുക്ക് വീഡിയോ എന്താണ് ഇതിനൊക്കെ പറയാം, എനിക്കിതിനെ പറ്റി വലിയ ധാരണ. വീഡിയോ ഞാൻ ഓരോന്ന് എടുത്തിട്ട് ഇതാക്കാം. സത്യമായിട്ട് എനിക്ക് അറിയില്ല, അറിയാത്ത കുഴപ്പമാണ്. ഫസ്റ്റ് ഇതല്ലേ, നമ്മൾ ക്ഷമിക്കുക. നമുക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ എടുക്കും. ഇതൊരു വ്ളോഗ് വീഡിയോ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് കൂട്ടുന്നത് അല്ലേ. ഇന്ന് അവിടെ പോയിട്ട് കുറേ പൊട്ടത്തരം ഉണ്ടാവും. എന്തായാലും വലിയ ഐഡിയ ഇല്ല ഇതിനെ പറ്റിയിട്ട്. ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് വീഡിയോ ഒക്കെ നോക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ടാണ് വന്നത് കുറച്ച്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിരിക്കണം. എന്താണെന്ന് അറിയില്ല. അപ്പോൾ പോയിട്ട് നമുക്ക് പറഞ്ഞു നോക്കണ്ടേ. ഇന്നലെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇല്ലെങ്കിലേ അത് ഇവളും എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഗൈസ് കീപ് വാച്ചിങ്, ആരും പോകരുത്. നമുക്ക് കുറേ വീഡിയോ വരുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ വന്ന് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ഐഫോൺ ഭയങ്കര ഹാപ്പിയാണ്. എവിടെയാണ് ഇത്? നമ്മൾ മിഡിലാണ് തോന്നുന്നത്. 12, 13. പിന്നെ അവിടേക്ക് റിക്ലൈനറൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? ബാക്കിലേക്ക് നമ്മൾ മിഡിലാണ്. എവിടെ ഇത് നല്ല ഫുൾ ലൈറ്റാണ്. ചെറുതായിട്ട് പൊട്ടത്തരം പറ്റും. ഫ്രണ്ടില്ല വിചാരിച്ചിട്ട് വന്നതായിരുന്നു, പക്ഷെ ഫ്രണ്ടിലല്ല. അത് ഫ്രണ്ടില്ല, മിഡിലില്ല, റിക്ലൈനർ സീറ്റില്ല. ഏറ്റവും ബാക്കിലും ഫ്രണ്ട് ഏരിയയിലുമാണ് റിക്ലൈനേഴ്സ് വരെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷനായി. ബാക്കിയൊക്കെ നോർമൽ സീറ്റാണ്. ഓക്കെ. സോ ഇതെന്തൊക്കെ ഇതാണോ റിക്ലൈനർ? ഇതെന്തൊരു ക്ലിയറാണ്. ഇതാണ് കേട്ടോ ഗൈസ് സീറ്റ്. ഇത് കുറച്ചും കൂടെ കംഫി ആണെന്നേ ഉള്ളൂ. നമുക്ക് ഒരു ടേബിളുണ്ട്, വേറെ ഒന്നും ഇല്ല. ഇയാളെ നിങ്ങളെ പറ്റിച്ചോ? ഇതാണ് ഇവിടുത്തെ അതെന്താ ഇതെന്താ? അതാണ് ചാർജ് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം. കുടുങ്ങി ഗൈസ്. ഇത് ഇവിടെ നിൽക്കേണ്ടി അറിയില്ല. അങ്ങനെയില്ലേ, ഇത് പൊന്തണം അതുപോലെ കാണുന്നുണ്ട്. ഇത് കിടച്ചിരി ഇങ്ങോട്ട് ഓപ്പൺ അതുപോലെ നമ്മളിനി യൂട്യൂബ് തപ്പാൻ പോവാണ്. എന്താ വയ്ക്കുക? റിക്ലൈനർ ചെയ്യാം. ഇവിടെ വന്നേ, അവിടെ പോയിട്ട് പറയാം. കുഴപ്പമില്ല. ഇതാണ് അവസ്ഥ. നമ്മൾ വലിയ പിടുത്തൊന്നുമില്ല. എന്താണ് നമുക്ക് എന്തായാലും അറിയില്ല എന്നുള്ളത് മനുഷ്യന്മാരെ അറിയിക്കേണ്ട. പ്ലഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചാർജിങ് പ്ലഗ് ഉണ്ടല്ലോ, കുത്തിയാൽ മതി. ഈ ഒന്നിനെ കാണും. പക്ഷെ എൻ്റെ ഇതിൽ പോവോ?
ചാർജ് ചെയ്യാനുള്ള ഒരു സംഗതിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്, എന്താ അറിയില്ല. ഇന്റർവെല്ലാണ് പോയിട്ട് വന്നിട്ട് ഫിറ്റ്നസ് ഉണ്ട് ഹാഷറിൻ്റെ അല്ലേ. Guys, this is a new assignment. മൂവി കണ്ട് ഗൈസ്, എങ്ങനെയുണ്ട്? നല്ല മൂവി. കരയിപ്പിച്ചു ഒരുപാട് ചിരിക്കാനുണ്ട്, കുറച്ച് ഇമോഷണൽ സീനുണ്ട്. ആ എനിക്ക് കണ്ണിൽ വെള്ളമൊക്കെ തരുന്നു. ഞാൻ ബാഹുബലിയൊക്കെ കണ്ടിട്ട് കരയുടെ ആളാണ്. എനിക്ക് എങ്ങനത്തെ സിനിമ? ആ ബാഹുബലി സെക്കൻഡ് ഒക്കെ കണ്ടിട്ട് ഞാൻ കരയില്ലേ. ഫസ്റ്റ് കണ്ടാലും ഞാൻ കരി. ലിപ്സ്റ്റിക് ഇല്ല, അത് മൈൻഡാ കണ്ട കളി. ഞാൻ ഫുഡ് കഴിച്ച് നല്ല മൂവി ആട്ടാ, നൈസ് മൂവിയാണ്. കുറേ അല്ല നേരത്തെ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്തു, പക്ഷേ വൃത്തിയായില്ല, വലിച്ചില്ല, അതുകൊണ്ടാണ്. മൂവി നൈസ് മൂവിയാണ്, നല്ല മഴ ചാറുന്നുണ്ട്. സോ ബായോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൂവിയാണ്, ഒരു ഫീൽ ഗുഡ് ആണ് അല്ലേ. ശരിക്കും നമുക്കൊന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. കുറച്ച് ചിരിക്കാനുണ്ട്. ഹാഷിർ എല്ലാവരും രസമുണ്ടായിരുന്നില്ലേ, എല്ലാവരും നല്ലതാണ്. അതെ, സാഫ് ബോയ് ഇത്ര ഹാൻസം ആയിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്കറിയില്ല എവിടെയൊക്കെ പോട്ടെ. അപ്പം നല്ലൊരു മൂവിയാണ്, ചിന്തിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ഉണ്ട് അല്ലേ, ഒക്കെ ഉള്ളൊരു മൂവി. മസ്റ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ കാണാനോട് തെറ്റൊന്നുണ്ട്. ഇത് സെക്കൻഡ് ഉണ്ടെന്ന്, അപ്പം അതാണ് ഗൈസ്. ഞങ്ങൾ ഇനി ചുമ്മാ അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. പ്രത്യേകിച്ച് പ്ലാനും പരിപാടിയൊന്നും ഇല്ലെന്ന് അല്ലേ. ആകെ മൂവി കാണാനുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി പുറക്ക് പോവേ, ഇനി പുറക്ക് പോവല്ല, കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് ചിന്നതാ ഒരു പർച്ചേസിങ് ഉണ്ട്. എനിക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങാനുണ്ട്. അപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഓ ഇതൊക്കെ എന്തിനാ നമ്മൾ പറയുന്നത്. അതങ്ങനെയല്ല, ഞാൻ ആക്ച്വലി ഐ എം എ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ബട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അടുക്ക് കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞാനതവിടെ നിർത്തി വെച്ചു. ഇന്ന് ഞാൻ കോളേജും മേക്കപ്പും രണ്ടും കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ബട്ട് നൗ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാനങ്ങനെ വിചാരിച്ചു, കോളേജ് കഴിഞ്ഞതും 1 year കോഴ്സായിരുന്നു, കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോളേജ് മുടിഞ്ഞു കഴിഞ്ഞു, ഇനി എക്സാം ഉണ്ട്, പക്ഷേ അല്ലേ അതെ. അപ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഈ കുറച്ച് സാധനം ഞാനിപ്പോൾ വാങ്ങുന്നുണ്ട്. കുറേ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, വരും. ബാക്കി കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ വാങ്ങാൻ പോവാണ് ഗൈസ്. ഇനി എന്താ പ്ലാൻ എന്നുള്ളത് പ്രത്യേകിച്ച് പ്ലാനൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് സാധനം വാങ്ങാനുണ്ട്. സോ പോയി കുറച്ച് സാധനം മേടിക്കാനുണ്ട്. പിന്നെ അതൊക്കെ തന്നെ, പിന്നെ ഫുഡ് കഴിക്കണം, അതൊക്കെ തരാം. മൂവി കൊള്ളായിരുന്നു കേട്ടോ. ഏത് ഫോക്കസ്, എനിക്ക് വീഡിയോ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് അപ്പോൾ എവിടെ നോക്കിയിട്ടാണ് പറയേണ്ടതെന്ന് അറിയില്ല. തെറ്റുകളൊക്കെ കണ്ട് ക്ഷമിക്കുക. അപ്പം അതാണ് നമുക്ക് വഴി ശരിയാക്കാം. എനിക്ക് അതിനൂടെ വീഡിയോ എടുക്കാനുള്ളൂ. എങ്ങനെയാണ് ഇത് ചില്ലറ പരിപാടി ഇല്ല കേട്ടോ, ഈ വീഡിയോ എടുക്കൽ വ്ളോഗിങ് ഒന്നും. ഐ തോട്ട് ഭയങ്കര ഈസി ആയിട്ടൊരു കാര്യം അതൊന്നും വിചാരിച്ചു, ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി സീരിയസ്ലി. അപ്പോൾ ഇന്ന് ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ എനിക്ക് ഇവിടെ കാണിക്കാൻ കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ എടുക്കുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്. ഒന്ന് നോക്കിയിട്ടത് ഇടാൻ കൊള്ളാവുന്നതാണെങ്കിലും ഞാൻ ഈ വീഡിയോ പുറത്ത് വരുള്ളൂ. വേറെ കാര്യം അല്ലേ, ഈ വീഡിയോ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ കൊള്ളണം. കാരണം ശരിക്കും കുറച്ചും കൂടെ കാണാൻ കൊള്ളാം. വീഡിയോ ഒരുമാതിരി ഉണ്ടല്ലേ, ഇത്രയും കൂടെ വൃത്തിയുണ്ട് കേട്ടോ ഗൈസ്. ലൈറ്റിൻ്റെ പ്രശ്നമാണോ എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ അറിയില്ല, ഇന്ന് ഒരു പറ്റിച്ചോ എന്നെ. അപ്പോൾ അതുകൊണ്ടാണ് 15 Pro കോപ്പിയാണോ ആണോന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്താ അറിയില്ല, അത് വൃത്തിയിൽ കിട്ടുന്നില്ല. ഒരു വീഡിയോ എടുത്തിട്ട് നന്നായി നല്ലപോലെ കിട്ടും. കേൾക്കുന്ന കകമാരൊക്കെ നോക്കട്ടെ, നമ്മളതൊക്കെ കാണും. അപ്പം നമ്മൾ കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. സോറി, ഐ ഡോണ്ട് ലൈക്ക് ബോയ്സ്, ഐ ലൈക്ക് മാൻ. ബട്ട് അതെ, ഷീ ലൈക്സോ ഓക്കെ. എല്ലാം ഇവിടെ എല്ലാം പോകുന്നില്ല. അതാണ് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, പക്ഷെ നല്ലൊരു കട നോക്കുകയാണ്. ഞാൻ വാങ്ങുമ്പം കാണിച്ചു തരാം വീഡിയോ. സത്യമായിട്ട് ഈ ഫോണിൽ വീഡിയോ എടുത്തിട്ട് ഒരു വസ്തുവിന് കൊള്ളൂല, വൃത്തിയില്ല. ഇതിന് കുറച്ചും കൂടെ വൃത്തിയുണ്ട് ശരിക്കും കാണാൻ നേരിട്ട്. പക്ഷെ ഇതിലെന്താണെന്നറിയില്ല, അതിൽ തീരെ ഭംഗിയില്ല, എന്തോ അല്ലേ, എന്തോ മാതിരി ഇതിൽ കാണാൻ കൊള്ളൂല. എന്തൊക്കെയോ മുഖത്തില്ലാത്ത പല പ്രശ്നങ്ങളും ഇതിൽ കാണുന്ന മാതിരിയുണ്ട്. എന്താണെന്നറിയില്ല. ഇല്ല
ഞാൻ മെഹന്തി ഇടുക. ഒരു 100 രൂപയുള്ളൂ. പക്ഷേ എനിക്ക് കുറേ ആയി ഞാൻ കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട്. അച്ഛനും കല്യാണത്തിന് പോലും ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചിടണം. ഇവിടെ ഇടുന്ന ആളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മൈലാഞ്ചി ഇടാൻ. കൊള്ളാവോ? ഫിനിഷ്. മെഹന്തി കഴിഞ്ഞു. ഇതാണ് കട. ഇതാണ് കേട്ടോ. ഒരു ഫോൺ ഇതാന്ന് തോന്നുന്നു. ഫോണ് കയ്യൂക്ക് മേക്കപ്പ് മൊത്തത്തിൽ ചെയ്തിരുമ്പോൾ എന്ത് രസമുണ്ടാവും. അതില്ല, ഒരു പ്രൊഡക്റ്റ് ആണ്. ബോൾച്ചീൻസ് ഒക്കെ കഴിഞ്ഞു. രാത്രി ബോഡി നൈക്ക. ഒരു സംഭവം ഇപ്പം ഉണ്ടായി പറയട്ടെ. ചെറുതായി പാളിപ്പോയി. നമ്മൾ ഓർഡർ ചെയ്ത സാധനം അല്ലായിരുന്നു അത്. ഇവിടെ നേരത്തെ കുറച്ചും കൊണ്ടൊരു സിംഗബർഗർ നേരെ ബൈ മിസ്റ്റേക്ക് അവർ ഇവിടെ കൊണ്ടുവച്ചു. ഇവളാണെങ്കിൽ അതെടുത്ത് കഴിക്കുകയും ചെയ്തു. നമ്മൾ പിന്നെ കിട്ടിയതെന്നല്ലോ. ആക്ച്വലി നമ്മൾ ഈ സാൻഡ്വിച്ചും പിന്നെ ഇല്ല, ഞാൻ എന്നെ ചോദിച്ചതാണ്. ഈ ചോദിച്ചിട്ട് അതിൻ്റെ പൈസയും കൂടെ കൊടുക്കും. തെറ്റിപ്പോയി. പിന്നെ ഫ്രൈസ് മാത്രമേ അവളെ അതിന്നൊരു ഫ്രൈ എടുത്ത് ഫ്രൈസ് കഴിച്ചു. എന്നല്ലേ ചേർന്ന് വെച്ചില്ലല്ലോ. അങ്ങനെ കടിക്കാൻ അവർ കൊണ്ടുവന്ന മയോല് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തും ചെയ്തു. അത്രേ ഇതുള്ളൂ. അത്ര ചെയ്തു. അതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തത് ഇതാണ്. ഞാൻ പക്ഷെ നേരത്തെ കഴിച്ചത് ആരോ ഫോട്ടോ കിട്ടിയില്ലേ? ആരോ ഞാൻ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആരോ ഓർഡർ ചെയ്ത സിംഗപ്പൂർ. അതിലൊരു ഫ്രൈസ് കഴിക്കാനായി നമുക്ക്. അത് കഴിക്കാനേ ഭാഗ്യം. ഇല്ലെങ്കിൽ എടാ ഇവിടെ മീൻസ് കൊള്ളാം. ഒരു ടാറ്റ പറയും. അപ്പോൾ ശരി, ഞങ്ങൾ എന്നത്തെ ഇത് കഴിഞ്ഞു. ബൈ ബൈ പറഞ്ഞ് പോവുകയാണെങ്കിൽ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ടാറ്റ പറ.